Hi friends, welcome to Competitive Cracker. ഞാൻ ശ്രീകല. നമ്മളുടെ റീസെന്റ് വന്ന സുപ്രീം കോടതി വിധി, അതായത് കേരള സർക്കാർ ഫയൽ ചെയ്ത ഹർജി തള്ളിക്കൊണ്ട് നമുക്കൊരു വിധി വന്നിരുന്നു അല്ലെ. അപ്പൊ ഒരുപാട് കുട്ടികളുടെ സംശയം എന്ന് പറയുന്നത് സർവീസിലിരിക്കുന്ന അധ്യാപകർക്ക് മാത്രം ബാധകമായിട്ടുള്ളൊരു വിധിയാണോ, അടുത്ത വട്ടം LP UP എഴുതുന്ന കാൻഡിഡേറ്റ്സിനെ ഇത് യോഗ്യതയിൽ മാറ്റം വരുത്തുമോ, ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾ ഉദ്യോഗാർത്ഥികൾക്കുണ്ട്. നമുക്ക് ഇതെല്ലാം ഡിസ്കസ് ചെയ്യുന്ന ഒരു വീഡിയോയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ത്രൂ ഔട്ട് കാണുക കേട്ടോ. സോ ആദ്യം തന്നെ എന്താണ് റീസെന്റ് വന്ന വിധി, അതായത് കഴിഞ്ഞ വർഷം സുപ്രീം കോടതി കൃത്യമായിട്ട് പറഞ്ഞിരുന്നു എന്താണ്, സർവീസ് ഇരിക്കുന്ന അധ്യാപകർക്ക് കേറ്ററ്റ് നിർബന്ധമാകണം. 2027 ഓഗസ്റ്റിനുള്ളിൽ കേറ്ററ്റ് നിർബന്ധമായി നേടിയിരിക്കണം. അല്ല എങ്കിൽ അവർക്ക് സർവീസിൽ തുടരാനോ അവരുടെ പ്രൊമോഷൻ സാധ്യതകളിലേക്ക് എത്താനോ ഒന്നിനും പറ്റില്ല എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ആ ഒരു വിധിക്ക് ഹർജിയായിട്ട് കേരള സർക്കാർ ഉൾപ്പെടെ ഫയൽ ചെയ്തിരുന്നു. കേരള സർക്കാരും അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനത്തിലെ സർക്കാരും ഒക്കെ ഫയൽ ചെയ്തിരുന്നതിൽ കൃത്യമായിട്ട് ആ ഹർജി കോടതി തള്ളിയിരിക്കുകയാണ്. അവിടെ കോടതി കൃത്യമായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കുട്ടികളുടെ ഭാവി തന്നെയാണ് ഇവിടെ പ്രധാനം. അധ്യാപകർക്ക് വേണ്ട യോഗ്യതകൾ വേണം എന്നുള്ളൊരു മാനദണ്ഡം എന്താ നമ്മുടെ NEP വരുന്നതിന്റെ ഭാഗമായിട്ടെല്ലാം ആ ഒരു ക്വാളിറ്റി എൻഷുർ ചെയ്യാനായിട്ട് അതിൽ കോംപ്രമൈസ് ഒന്നുമില്ല. അധ്യാപകർക്ക് നിർബന്ധമായിട്ടും ടെറ്റ് വേണം എന്ന ഒരു നിബന്ധന തന്നെ കോടതി ശരിവെച്ചിട്ടുണ്ട്. സോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അപ്പൊ ഈ വിധിയുമായിട്ട് നമുക്ക് എല്ലാവർക്കും ഓർമ്മയുള്ള ഒരു കാര്യമാണ്, ഭിന്നശേഷിക്കാരുടെ അപ്പോയിന്റ്മെന്റുമായി ബന്ധപ്പെട്ട് മറ്റൊരു ഉത്തരവും കൂടി വന്നിരുന്നു. എന്തായിരുന്നു അത്? LPSA UPSA എന്ന് പറയുന്ന ഈ ഒരു യോഗ്യതയിൽ നിങ്ങൾക്ക് തുടരണമെങ്കിൽ തത്തുല്യമായിട്ടുള്ള കേറ്ററ്റ് യോഗ്യത, അതായത് UPSA ആണെങ്കിൽ കേറ്ററ്റ് കാറ്റഗറി 2 തന്നെ നിർബന്ധമാണ്, അല്ലെങ്കിൽ K3 ഉള്ളവർക്ക് K2 വേണ്ട എന്നുള്ളത് ഇഫക്റ്റീവ് ആകില്ല എവിടെ UPSA പോലുള്ള നിയമനങ്ങൾ നടക്കുമ്പോൾ എന്ന് എന്താ പറയുക, ഭിന്നശേഷിക്കാരുടെ അപ്പോയിന്റ്മെന്റ്സുമായി ബന്ധപ്പെട്ട് ഒരു വിധി വന്നിരുന്നു. അപ്പൊ ഈ കോടതി വിധി എന്താ പറയാ, ഇത് എല്ലാ ഹർജികളും റദ്ദാക്കുമ്പോൾ നമുക്ക് ഹർജിയുടെ കോപ്പി വെബ്സൈറ്റിൽ അപ്ലോഡ് ആയിട്ടില്ല. അപ്പൊ കൃത്യമായിട്ടുള്ള അപ്ഡേറ്റ് നമുക്ക് അവിടെ കിട്ടും. എങ്കിൽ പോലും എന്തെല്ലാം മാറ്റങ്ങളാണ് വരാൻ പോകുന്ന LP UP 2026 വിജ്ഞാപനത്തിൽ ഉണ്ടാവാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അവിടെ മാറ്റങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഈ നിയമങ്ങൾ അല്ലെങ്കിൽ ഈ ഭേദഗതികളെല്ലാം വരുന്നത് NEP-യുമായി ബന്ധപ്പെട്ട് തന്നെയാണ്, അല്ലെങ്കിൽ ഖാദർ കമ്മിറ്റി ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള മാറ്റങ്ങളാണ്. സോ ഈ മാറ്റങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് തെറ്റായിട്ടൊരു മാറ്റമായിട്ട് ഒരിക്കലും പറയാൻ പറ്റില്ല. കഴിഞ്ഞ 2019 കേരളത്തില് LP UP നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പേ ഇതുപോലെ ഒരു അഭ്യൂഹങ്ങളുടെ സമയമായിരുന്നു. കേറ്ററ്റ് നിർബന്ധമാക്കിയ ആദ്യത്തെ നോട്ടിഫിക്കേഷൻ ആയിരുന്നു 2019 വന്നിരുന്നത്. സോ അതിന് മുൻപായിട്ട് എല്ലാവരും പറഞ്ഞു ഇല്ല ഇപ്രാവശ്യം അങ്ങനെ വരില്ല. പക്ഷെ 2019 എന്ത് വന്നിരുന്നു? LP UP യോഗ്യത നിർബന്ധമാക്കി, കേറ്ററ്റ് യോഗ്യത നിർബന്ധമാക്കി. അപ്പൊ ഈ 2026 ഇതുപോലെ ഉദ്യോഗാർത്ഥികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, യോഗ്യതയിൽ മാറ്റം ഉണ്ടാകാനുള്ള സാധ്യത ഒരിക്കലും തള്ളിക്കളയാൻ പറ്റില്ല. ഓക്കെ, മാറ്റം ഉണ്ടാകാം. എന്തെല്ലാം മാറ്റമായിരിക്കും? അതായത് നിങ്ങൾക്ക് UPSA അപ്ലൈ ചെയ്യണമെങ്കിൽ K3 ഉള്ളത് കൊണ്ടോ സെറ്റ് ഉള്ളത് കൊണ്ടോ MPhil ഉള്ളത് കൊണ്ടോ PhD ഉള്ളത് കൊണ്ടോ കാര്യം ഉണ്ടാവണം ഇന്നില്ല. തീർച്ചയായിട്ടും നിങ്ങൾക്ക് കേറ്ററ്റ് കാറ്റഗറി 2 തന്നെ വേണം. ഓക്കെ, അങ്ങനെ ഒരു സാധ്യതയിലേക്ക്, അങ്ങനെ ഒരു മാറ്റത്തിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല, ഒരിക്കലും തള്ളിക്കളയാൻ പറ്റില്ല. നല്ലൊരു സാധ്യത നമുക്കവിടെ പ്രതീക്ഷിക്കാം. അതുകൊണ്ട് 2026 ഡിസംബറിൽ നമ്മുടെ അടുത്ത വിജ്ഞാപനം വരുന്നതിന് മുമ്പ് കേറ്ററ്റ് കാറ്റഗറി 2 നേടിയെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. ഇപ്പൊ റീസെന്റ് ഒരുപാട് പേര് ഈ ഒരു വിധി വന്നതിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ പരീക്ഷയ്ക്ക് ലേറ്റ് ആയിട്ടാണെങ്കിലും K2 ട്രൈ ചെയ്ത ഒരുപാട് പേരുണ്ട്. ഇപ്പോഴും ഒരുപാട് ഉദ്യോഗാർത്ഥികൾ വേണോ വേണ്ടയോ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ, ചിന്തിച്ചിരിക്കാനുള്ള സമയമല്ല. 2026 ഡിസംബർ 31 ഈ വിജ്ഞാപനം വന്നു കഴിഞ്ഞിട്ട് നമ്മൾ സിസ്റ്റത്തെയോ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റിനുമുള്ളവരെയോ ബ്ലെയിം ചെയ്തിട്ട് ഒരു കാര്യവും ഇല്ല. 2019 നോട്ടിഫിക്കേഷനിൽ നടന്ന കാര്യം ഇത് തന്നെയാണ്. നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞിട്ട് എല്ലാവരും പ്രതീക്ഷിച്ചു റിസൾട്ട് വരുമ്പം, റിസൾട്ട് വന്നതിന് ശേഷം വരെ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചു, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തിട്ട് കാര്യമുണ്ടോ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നു. ഒന്നും സംഭവിച്ചില്ല. സോ അതിലേക്ക് തന്നെയാണ് 2026 നമ്മളുടെ പോക്ക്. അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ആ യോഗ്യത ഉണ്ട് എന്നുള്ളത് എൻഷുർ ചെയ്യുക. നിങ്ങളുടെ ലക്ഷ്യം HSA ആണ് എങ്കിൽ 2027 എന്ത് വരുന്നുണ്ട്? HSA വിജ്ഞാപനം വരും. സോ അതിന് മുൻപായിട്ട് കേറ്ററ്റ് കാറ്റഗറി 3 നിങ്ങൾ നേടിയിരിക്കണമാണ്. നിങ്ങൾക്ക് സെറ്റ് ഉണ്ടാവാം, നിങ്ങൾക്ക് നെറ്റ് ഉണ്ടാവാം, PhD ഉണ്ടാവാം, വാട്ട് എവർ. നല്ല കാര്യമാണത്, നിങ്ങളുടെ എല്ലാ സ്കില്ലിനെയും മാനിക്കുന്നു. പക്ഷെ അതോടൊപ്പം തന്നെ നമ്മൾ സേഫ് സൈഡിലാവണമെങ്കിൽ HSA നോട്ടിഫിക്കേഷന് മുമ്പ് K3 വേണം. അതുപോലെ തന്നെ അതിനേക്കാളും പ്രാധാന്യത്തോടുകൂടി നിങ്ങളിവിടെ കാണേണ്ട കാര്യം 2026 LP UP വിജ്ഞാപനത്തിന് മുൻപ് കേറ്ററ്റ് കാറ്റഗറി 2 നമ്മൾ നേടിയിരിക്കണം. അതേപോലെ തന്നെ ഇപ്രാവശ്യത്തെ നോട്ടിഫിക്കേഷൻ എല്ലാവരും പ്രതീക്ഷയോടുകൂടി നോക്കുന്ന മറ്റൊരു കാര്യമാണ് ഏജ് റിലാക്സേഷൻ. തീർച്ചയായിട്ടും ഈ മാറ്റവും നമുക്ക് അവിടെ പ്രതീക്ഷിക്കാം. അറിയില്ല ആ ഒരു കാര്യത്തിൽ കേരള PSCയുടെ തുടർന്നുള്ള ഇടപെടലുകളും കാര്യങ്ങളും ഒക്കെ അവിടെ ഉണ്ടോ. പക്ഷെ ഇവിടെ യോഗ്യതയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സുപ്രീം കോടതി വിധി ഇങ്ങനെ വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് തീർച്ചയായിട്ടും
കേറ്റഡ് 2 നിർബന്ധമാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. എന്തുകൊണ്ടാണ് അത് എന്ന് ചോദിച്ചാൽ സിമ്പിൾ ആയിട്ടുള്ള ഉത്തരമാണ്. K3 എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആ സബ്ജക്ട് പഠിക്കുന്നവർക്ക് ഞാൻ പറയാതെ തന്നെ മനസ്സിലാവും. K3 എന്ന് പറയുന്ന അഡോളസെന്റ് സൈക്കോളജിയാണ്. കാരണം ആ കാറ്റഗറിയിലുള്ള അഡോളസെന്റ് ഏജിലുള്ള കുട്ടികളെയാണ് നമ്മൾ അവിടെ ഡീൽ ചെയ്യുന്നത്. എന്നാൽ UP എന്ന് പറയുമ്പോൾ അഡോളസെൻസിലേക്ക് എത്തുന്നില്ല, പ്രീ അഡോളസെൻസ് ആണ്, അല്ലെങ്കിൽ ചൈൽഡ് സൈക്കോളജിക്കാണ് അവിടെ പ്രാധാന്യം. സോ ഈ ഒരു പോയിന്റും അതുപോലെ തന്നെ പെഡഗോജിയുമായി ബന്ധപ്പെട്ട ആ ഒരു പഠിക്കേണ്ട രീതികൾ അല്ലെങ്കിൽ പഠന മാർഗങ്ങളെ ഒക്കെ അവലംബിച്ചുകൊണ്ടുള്ള ഒരു രീതിയാണ് എന്ത് നമ്മളുടെ സിസ്റ്റം പാലിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേറ്റഡ് കാറ്റഗറി 2 UPSCക്ക് നിർബന്ധമാവാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളോ പരസ്പരം ചിന്തിച്ചിട്ട് കാര്യങ്ങളോ ബ്ലെയിം ചെയ്തിട്ടോ പ്രയോജനമില്ല. പ്രാക്ടിക്കലി നിങ്ങൾക്ക് വരാൻ പോകുന്ന LPSC UPSC എഴുതണമെങ്കിൽ ടു ദ സേഫർ സൈഡ് കേറ്റഡ് കാറ്റഗറി 2 നേടുക. അതിന് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല. കൃത്യമായിട്ടുള്ള പഠനം എൻഷുർ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. പിന്നെ അവിടെ ഒരു പോയിന്റ്, ട്രയൽ ആൻഡ് എററിനുള്ള സമയം നമ്മുടെ മുന്നിലില്ല. കാരണം അടുത്ത LP-UP നോട്ടിഫിക്കേഷന് മുൻപായിട്ട് ഒറ്റ കേറ്റഡ് നോട്ടിഫിക്കേഷനും കൂടി നമുക്ക് വരാനുള്ളൂ, അല്ലെങ്കിൽ ഒറ്റ പരീക്ഷയും കൂടി നമ്മുടെ മുന്നിലുള്ളൂ. അതിനി വരാൻ പോകുന്ന പരീക്ഷയാണ്. നമുക്ക് നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒട്ടും വൈകാതെ തന്നെ പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പൊ റിസൾട്ട് വന്നു, ജൂൺ അവസാനത്തോടു കൂടി നമ്മളുടെ അധ്യാപകരുടെ പരീക്ഷ നടത്തുകയാണ്. അതിന് ആ ഒരു എക്സാമിനോട് അനുബന്ധിച്ച് തന്നെ നമുക്ക് നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാവുന്നതാണ്. ഓഗസ്റ്റിനപ്പുറത്തേക്ക് എന്തായാലും നമ്മുടെ പരീക്ഷ പോവില്ല. ഓഗസ്റ്റിൽ പരീക്ഷ നടന്നാൽ തീർച്ചയായിട്ടും ഒക്ടോബറിനുള്ളിൽ റിസൾട്ട് വരും. നിങ്ങൾക്ക് അടുത്ത LP-UP നിങ്ങൾ സേഫ് ആണ്. സോ ആ ഒരു പോയിന്റിൽ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ കഴിഞ്ഞ ഭിന്നശേഷിക്കാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട വിധി എന്ന് പറയുന്നത് ഇതിന് എന്താ പറയാ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. സോ കൃത്യമായിട്ട് പഠിക്കുക. കേറ്റഡ് കാറ്റഗറി 2 വേണം എന്നുള്ള നിർബന്ധത്തിൽ തന്നെ പഠിക്കുക. ചിലപ്പോൾ സാധ്യത മാറി വരാമായിരിക്കാം, എന്നാൽ നമ്മൾ റിസ്ക് എടുക്കേണ്ട കാര്യമില്ലല്ലോ. സോ നിങ്ങളുടെ കേറ്റഡ് കാറ്റഗറി 2 എൻഷുർ ചെയ്യാനുള്ള വഴിയാണ് നിങ്ങളിപ്പോൾ ചിന്തിക്കേണ്ടത്. നന്നായിട്ട് പഠിക്കുക. കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ കേറ്റഡ് കാറ്റഗറി 2 ബാച്ച് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. ഏറ്റവും മികച്ച റിസൾട്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം റിസൾട്ട് വരുമ്പം ഇന്ന് 5000-ലധികം കുട്ടികൾ, കേരളത്തിൽ ആർക്കും അവകാശപ്പെടാനില്ലാത്ത 5000-ലധികം കുട്ടികളാണ് CC-യിലൂടെ ഇപ്രാവശ്യം കേറ്റഡിലേക്ക് എത്തിയിരിക്കുന്നത്. ഞങ്ങൾക്കതൊരു വലിയ അഭിമാനത്തിന്റെ നിമിഷം തന്നെയാണ്. സോ നമ്മളുടെ പുതിയ ബാച്ചിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുകയാണ്. കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് നമ്മുടെ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക 8589083568. അതോടൊപ്പം തന്നെ CC ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കഴിഞ്ഞ 10 വർഷമായി അധ്യാപകരോടൊപ്പം കേറ്റഡ്, LP-UP, HSC, HSSC, PSC-യിലെ എല്ലാ പരീക്ഷകളിലും ഇന്ന് CC അധ്യാപകരോടൊപ്പം ഉള്ളതാണ്, ഉദ്യോഗാർത്ഥികളോടൊപ്പം ഉള്ള ഒരു സ്ഥാപനമാണ്. സോ ഇത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകരിക്കുന്ന ഒരു റിസോഴ്സ് തന്നെയാണ്. നമ്മുടെ ഈ ചാനലും എല്ലാം തന്നെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. വീണ്ടും നമുക്ക് കാണാം മറ്റൊരു വീഡിയോയിലൂടെ. താങ്ക് യു.